ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വിൻ്ററിൻ്റെ ആ തണുപ്പും ഇരുട്ടും ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല വെട്ടവും വെളിച്ചവും പുല്ലുകളും പൂക്കളും പുഴകൾക്കും ഒക്കെ ഒരു പ്രത്യേക സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു സമയമാണ് കേട്ടോ ഈ സ്പ്രിംഗ് സീസണ്. അങ്ങനെ നല്ലൊരു ദിവസം കണ്ടപ്പം ഞാനും ഒന്ന് നടക്കാനിറങ്ങി. പകുതി വഴി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വേണ്ട നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്താറായിട്ടുണ്ട്. എത്തിയെന്ന് നമ്മളെ ആദ്യം അറിയിക്കുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഈ ഡാഫഡിൽസ് പൂക്കൾ. അപ്പം നമ്മളുടെ വീട്ടിലും ഇത് നട്ടിട്ടുണ്ട്. ഒന്ന് നമ്മൾ കിഴങ്ങ് ഇതിൻ്റെ നട്ട് കൊടുത്താൽ പിന്നെ എല്ലാ വർഷവും ആ സമയമാകുമ്പോഴത്തേക്ക് ഇവർ തന്നെ പൊട്ടിമുളച്ച് പൂക്കളായിക്കോളും. അങ്ങനെ ഇന്നത്തെ നടത്തമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ വീട്ടിലെത്തി. ഇവരോടൊക്കെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് കയറിയത്. ഒന്ന് രണ്ട് പേരൊക്കെ പൊഴിഞ്ഞ് നിലത്ത് കിടന്നവരെ ഞാൻ വീണ്ടും വേണ്ട അവിടെ കുത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നത് കാണാനല്ലേ നല്ല ഭംഗി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എന്നെ നോക്കിയ ഒരാൾ കണ്ടിവിടെ വെയിറ്റിംഗ് ആയിരുന്നു. നല്ല രീതിക്ക് വെയിലത്തൊക്കെ നടന്നിട്ട് വന്ന് കഴിയുമ്പം നല്ലതായിട്ട് കുറച്ച് വെള്ളം കുടിച്ചാൽ ഒരു സമാധാനമാകുക. ഞാൻ പക്ഷേ ഇന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് കുറച്ച് നേരം വീണ്ടും അവിടെ ഇരുന്നു. ഇനി ഉച്ചക്കത്തേക്കിനുള്ള ചോറും കറിയൊക്കെ റെഡി ആക്കണം. അച്ഛൻ ഡ്യൂട്ടിക്ക് പോയി, പിള്ളേർ സ്കൂളിലും പോയേക്കാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെ അടുക്കളയിലെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന സാധനമാണ് കേട്ടോ ഈ ചോപ്പർ. ഞാൻ കുറച്ച് നാൾ മുമ്പ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാനുവൽ ചോപ്പറായിരുന്നേ. അപ്പോൾ അത് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പം അതിൻ്റെ ആ സ്ട്രിങ് ഇങ്ങനെ ദ്രവിച്ചിട്ട് പൊട്ടിപ്പോകും. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കുറേ കഴുകി വെള്ളം നനഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ അധികം നാൾ അതങ്ങോട്ട് ഓടാൻ വഴിയില്ല. എന്നാൽ പിന്നെ ഇത്തവണ ഇലക്ട്രിക് ചോപ്പർ തന്നെ മേടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്താണ് കേട്ടോ. 260 വാട്ട്സിൻ്റെ 4 ബ്ലേഡുള്ള ചോപ്പറാണ്. 500 ml കപ്പാസിറ്റി ഉണ്ട്. 2 സ്പീഡ് മോഡും ഇതിൻ്റെ അകത്തുണ്ട്. മാനുവൽ ആയാലും ഇലക്ട്രിക് ആയാലും ഇതുപോലെ ഒരു ചോപ്പർ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടാകേണ്ടത് ഒരു അത്യാവശ്യ സാധനമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെ ജോലി അത്ര മേലെ ഈസി ആക്കി തരുന്നൊരു സാധനമാണിത്. പ്രത്യേകിച്ച് ഇതേപോലെ ഇലക്ട്രിക് ചോപ്പർ ആണെങ്കിൽ മാനുവൽ ചോപ്പറിൻ്റെ അത്രയും പോലും സമയം വേണ്ടി വരത്തില്ല. വേഗം തന്നെ നമുക്ക് കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാൻ പലപ്പോഴും ക്യാരറ്റ് ആയാലും ബീട്രൂട്ട് ആണെങ്കിലും ഒക്കെ മേടിച്ച് തോരന് വേണ്ടിയിട്ടൊക്കെ എടുത്തു വെക്കും. പക്ഷെങ്കിൽ കൊത്തി അരിയാനുള്ള മടിക്ക് അത് പലപ്പോഴും മെഴുക്കുവരട്ടിയാക്കി ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. തുടക്കത്തിൽ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് ഞങ്ങളെയൊക്കെ ഇമ്പ്രസ് ചെയ്ത ഇവന് ഇനിയിപ്പം വിശ്രമമില്ലാത്ത ദിവസങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ തോരന് ഇനിയിപ്പോൾ ഇവിടെ ഒരു പഞ്ഞവും ഇല്ലെന്ന അർത്ഥം. ക്യാബേജ് തോരൻ്റെ പണികളൊക്കെ പകുതി വഴിക്കാക്കി നിർത്തിയിട്ട് ഞാൻ അന്നക്കുട്ടിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയേ. അന്നക്കുട്ടിയുടെ സ്കൂളിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കടലാണ് കാണുന്നത് അവിടെ നോക്കുമ്പോഴത്തേക്കിന്. അങ്ങനെ വേണ്ട അവളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നു. ഇനിയിപ്പോൾ ഇവൾ കുറച്ച് നേരം ഈ പൂച്ചയുടെ കൂടി ഇങ്ങനെ കളിച്ച് നടക്കും കേട്ടോ. ഞാനൊരു 5-6 തവണ ഇവളെ ഒച്ചയിട്ട് വിളിച്ചാൽ മാത്രമേ ഇവൾ ചോറുണ്ണാൻ വേണ്ടിയിട്ട് വരത്തുള്ളൂ. അപ്പം ആ നേരം കൊണ്ട് ഞാൻ ക്യാബേജ് തോരനൊന്ന് റെഡിയാക്കുവാണ്. ആദ്യം ഞാൻ ഇതെല്ലാം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇളക്കി ചേർത്തിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് കേട്ടോ ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇടാറുള്ളത്. എന്നിട്ട് ഞാൻ അടച്ചു വെക്കത്തില്ല, തുറന്ന് വെച്ച് തന്നെ വേവിക്കും. അതൊരു പകുതി വേവായി വരുമ്പോഴത്തേക്കിന് തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പതിവ്. അതിന് ശേഷം രാവിലെ ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പയറിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്ത് തരം തോരനായാലും അത് അധികം വെന്ത് പോകുന്നത് ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തീയൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കാറാണ് പതിവ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ രാവിലെ അലക്കിയതൊക്കെ ഒന്ന് വിരിച്ചിടണമായിരുന്നു. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ വെളിയിലിട്ട് തുണി ഉണക്കിയെടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ അന്നക്കുട്ടിയുണ്ട്. അതൊക്കെ ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വന്ന പാടെ കോഴിയും കൂടെ ഒന്ന് തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവർ മുഖവും കൈയും ഒക്കെ കഴുകി ഫ്രഷായി വന്നപ്പോഴത്തേക്ക് ഞാൻ ചോറൊക്കെ വിളമ്പി കൊടുത്തു. സാമ്പാറും തോരനും കുറച്ച് ചമ്മന്തി അരച്ചതുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുണി വിരിക്കുന്ന പരിപാടിയൊക്കെ പകുതി വഴിക്ക് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ വിശന്ന് വരുന്ന പാടെ ഇവർക്ക് ചോറെടുത്ത് കൊടുക്കണം. ഇവരെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തെ ആ വിശപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. അപ്പം ഇവർക്ക് ഒട്ടും ക്ഷമയില്ലാത്ത സമയമാണ് കേട്ടോ. അന്നേരമേ ചോറെടുത്ത് കൊടുക്കണം. എല്ലാവർക്കും ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്ര ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അങ്ങ് വാരി കഴിച്ചാൽ മതിയല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ ഇറച്ചിയും മീനും ഒക്കെ ഇല്ലാത്ത ദിവസമാണെങ്കിൽ പച്ചക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം കഴിച്ചോളും. വലിയ പരാതിയും പരിഭവം ഒന്നും പറയാറുമില്ല. ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് നേരം അവിടെ നിന്ന് TV ഒക്കെ കണ്ടു. ഞാൻ എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. ഉച്ചക്കത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ടൈഡി ആക്കിയിട്ടു. ഇനിയിപ്പം പുറത്തോട്ട് ഇറങ്ങുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ. കുറച്ച് നേരം ഇനി ഇങ്ങനെ കോഴികളുടെ പുറകെയും പൂച്ചയുടെ പുറകെയൊക്കെ നടക്കണം. മിച്ചം വെച്ചിരിക്കുന്ന തുണിയൊക്കെ ഒന്ന് വിരിച്ച് തീർക്കണം. വെയിൽ പോകുന്നതിന് മുമ്പ് തന്നെ
അതൊന്ന് വിരിച്ചിടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തുണി വിരിക്കുന്ന അയവള്ളി അങ്ങ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പു എന്നോട് പറഞ്ഞു അവനത് അയവള്ളി പിടിച്ച് കെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റൂളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ അയവള്ളി കെട്ടുന്നുണ്ടായിരുന്നു. കുഞ്ഞുകൂട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ മുട്ടയൊക്കെ ഒന്ന് ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വരികയാണ്. കുറച്ച് നേരം കൂടെ നമ്മൾ മുട്ടയൊക്കെ അവിടെ ഇട്ടാൽ ചിലപ്പോൾ അതൊക്കെ കാക്കയൊക്കെ കൊത്തിക്കൊണ്ട് പോകും. കൂട് തുറന്നിടുവാണെങ്കിൽ കാക്ക കൊത്തിക്കൊണ്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അന്നേരം തന്നെ മുട്ട എടുത്തുകൊണ്ട് പോകുന്നു. ഇത് പഴയ നമ്മുടെ മുയലിൻ്റെ കൂട് ഞങ്ങൾ ഇപ്രാവശ്യം ഒന്ന് മോടി പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമ്മറാകുമല്ലേ, നമുക്ക് ഇപ്പോൾ ഒരു മുയലേ ഉള്ളൂ. ബാക്കി മുയലുകളെയും കൂടെ ഒക്കെ ഒന്ന് മേടിച്ച് കൂട്ടിലിടേണ്ടത് കൊണ്ട് കൂടൊക്കെ കാറ്റും തണുപ്പൊന്നും കയറാത്ത രീതിയിൽ വീണ്ടും പലകയൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഉള്ള മുയലിനെ അങ്ങോട്ട് മാറ്റും. പുതിയ മുയലുകളെയൊക്കെ മേടിക്കുകയും ചെയ്യാനൊരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മടുപ്പ് തോന്നുന്ന രീതിയിലുള്ള വെയിലാണ്. പക്ഷേ നമുക്കങ്ങനെ പറയാനും തോന്നുന്നില്ല. ഈ തണുപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചൂട് കിട്ടിയപ്പം ഭയങ്കര ചൂടാണ്. പെരയ്ക്കകത്ത് കയറി പോകാം എന്നൊന്നും പറയാൻ ആർക്കും തോന്നുന്നില്ല കേട്ടോ. എത്രയും വെയിൽ കൊള്ളാമോ അത്രയും വെയിലും കൊണ്ട് വെളിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ. ഈ ചൂടിനും വെയിലിനും ഒക്കെ നല്ല പ്രാധാന്യം ഉണ്ടെന്ന് ഇവിടെ വന്നേ പിന്നാണ് മനസ്സിലായത് കേട്ടോ. നാട്ടിൽ ഇതുപോലെ വെയിലൊക്കെ വരുമ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്നാൽ ഇന്ന് കുറച്ച് വെയിൽ കൊണ്ടേക്കാം, ചൂടടിച്ചേക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നിൽക്കാറുള്ള പതിവൊന്നും ഇല്ലല്ലോ അല്ലേ. അല്ലേ പിന്നെ ജനിച്ച കുഞ്ഞുങ്ങൾ വല്ലതും ആയിരിക്കണം രാവിലത്തെ ഇളം വെയിൽ കൊള്ളിക്കുക എന്നൊക്കെയുള്ളൊരു പതിവ് കാണുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ കാപ്പിയുടെ സമയമായി. കൈയും കാലും ഒക്കെ കഴുകിയതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നാട്ടിലെ പോലെ കാപ്പി അങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പരിപാടിയും വേഗം കഴിയും. ഇന്ന് നമുക്ക് കുമ്പളപ്പമാണ് കാപ്പിയുടെ കൂടെ. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ. നമുക്ക് ഫ്രോസൺ കുമ്പളപ്പം ഇവിടെ മേടിക്കാൻ കിട്ടും. കുമ്പളപ്പമെന്നോ പൂച്ചയപ്പമെന്നോ ചക്കയപ്പമെന്നോ ഒക്കെ പലരും പല സ്ഥലത്തും പല പേരിലാണ് വിളിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പം തറ തുടച്ച് വൃത്തിയാക്കി ഇട്ടാലും അതിൻ്റെ പിറ്റേ ദിവസം ഇവരാരെങ്കിലും എന്തെങ്കിലും കമത്തി ഒഴിക്കുന്ന ഒരു പതിവാണ്. അപ്പോൾ ഇതൊന്നും എന്നെ വലിയ ആശ്ചര്യപ്പെടുത്തിയ കാര്യമല്ല കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. കാപ്പി കുടിക്കുന്നതിൻ്റെ ഇടയിൽ വർത്തമാനത്തിലൊക്കെ മുഴുകിയിരുന്ന് ഒരു ഗ്ലാസ് കാപ്പി അവിടെ കമത്തിയിട്ടുണ്ട്. അവൻ തന്നെ അത് തുടച്ചെല്ലാം റെഡിയാക്കുകയും ചെയ്തു. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞുകൂട്ടനെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ്ങിന് കൊണ്ടുവിടാൻ സമയമായിട്ടുണ്ട്. കൊണ്ടുവിടാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനാണ് നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൊണ്ടുവരുന്ന വാന് എത്തിയത്. അപ്പോൾ ഇവരത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇവർക്ക് എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവനെ ഞാൻ കൊണ്ടുവിട്ടു തിരിച്ച് വീട്ടിൽ വന്നു. ഇനിയിപ്പം കുളിക്കുകയും ബാക്കിയുള്ള ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അന്നക്കുട്ടി ഇവിടെ എൻ്റെ കൂടെ തന്നെ കിച്ചണിൽ കാണും. ഈ ടേബിളിലിരുന്ന് ഹോംവർക്കൊക്കെ എഴുതും. എനിക്കാണെങ്കിലും എളുപ്പമാണ് അവളെ ഒന്ന് സഹായിക്കാനും. എൻ്റെ അടുക്കളയിലെ പണി അതിനൊപ്പം നടന്നു പോവുകയും ചെയ്യും. അരിയൊക്കെ ഞാൻ ഇപ്പോഴേ ഒന്ന് തിളപ്പിച്ച് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുകയാണ് നാളത്തേക്കിന്. അപ്പോൾ രാവിലെ അച്ഛന് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചൂടോടെ ചോറ് കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ ചപ്പാത്തിക്കുള്ളതൊന്ന് കുഴച്ചും വെക്കും. ആ നേരം കൊണ്ട് അപ്പു കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉണങ്ങാനിട്ടിരുന്ന തുണിയൊക്കെ ഒന്ന് പെറുക്കിയെടുക്കുകയാണ് പുറത്തുനിന്ന്. ഇനിയിപ്പോൾ അധികം നേരം കിടന്നാൽ തണുപ്പടിച്ചിട്ട് ഉണങ്ങിയതും കൂടെ നനഞ്ഞു പോകത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവനെക്കുട്ടിയെ ഇടയ്ക്കൊന്ന് സഹായിച്ചും കൊടുക്കുന്നുണ്ട് ഹോംവർക്കൊക്കെ എഴുതാൻ. അതിനോടൊപ്പം തന്നെ നാളെ രാവിലെ കാപ്പിക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനുള്ള മാവ് ഇപ്പോഴേ ഒന്ന് കുഴച്ച് വെക്കുകയാണെങ്കിൽ അത്രയും പണി രാവിലെ ഒന്ന് കുറഞ്ഞു കിട്ടും. എല്ലാ പണികളും ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് തീർത്തിട്ട് ചിലപ്പോഴൊന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം എന്തേണ്ട ഇതേപോലെ ചപ്പാത്തി കുഴയ്ക്കുന്നതിൻ്റെ ഇടയിൽ അത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് കുഞ്ഞുകൂട്ടനെ ട്രെയിനിങ്ങിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. വന്നതിന് ശേഷമാണ് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ ഉള്ളത് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് ബോക്സിലാക്കി വെക്കുന്നത്. കുഞ്ഞുകൂട്ടൻ കുളിച്ച് റെഡിയായി വന്നു. നൂഡിൽസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കഴിക്കുകയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.